നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുവാൻ പോകുന്നത് ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റിൽ ഡിഫൈൻഡ് ആയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ലെബക് ഇൻ്റഗ്രലാണ്. നമുക്കറിയാം ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രം അറ്റൈൻ ചെയ്യുന്ന മെഷറബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിനെയാണ് സിമ്പിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സെറ്റിയിൽ ഡിഫൈൻഡ് ആയ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് സൈ എന്ന് വിചാരിക്കുക. ആ സിമ്പിൾ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് A1, A2 എക്സെട്ര n ആണെന്നും അസ്യൂം ചെയ്യുക. നമുക്കറിയാം എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസും മെഷറബിൾ ആണ്. സോ ബൈ ഡെഫിനിഷൻ ഫോർ ഈച്ച് ഐ സൈ ഇൻവേഴ്സ് ഓഫ് AI എന്നുള്ള സെറ്റുകൾ മെഷറബിൾ ആയിരിക്കും. ഫോർ ഈച്ച് ഐ EI ഈക്വൽ ടു സൈ ഇൻവേഴ്സ് ഓഫ് AI, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു AI എന്ന് ചൂസ് ചെയ്താൽ സൈയുടെ സെറ്റ് ഇയിലുള്ള കാനോനിക്കൽ ഫോം സൈ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു കൈ ഓഫ് EI ആണെന്ന് നമുക്കറിയാം. ഇവിടെ AIകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അതുപോലെ EIകൾ ഡിസ്റ്റോയിൻറ്റുമായിരിക്കും. ഇനി നമുക്ക് ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റിൽ ഡിഫൈൻഡ് ആയ സിമ്പിൾ ഫംഗ്ഷൻ സൈയുടെ ലെബക് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. ഫൈനൈറ്റ് മെഷറുള്ള സെറ്റ് ഇയിൽ ഡിഫൈൻഡ് ആയ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് സൈ. ആ സിമ്പിൾ ഫംഗ്ഷൻ്റെ കാനോനിക്കൽ ഫോം സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു കൈ ഓഫ് EI, വേർ EI ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു AI ആണെങ്കിൽ സൈയുടെ ലെബക് ഇൻ്റഗ്രൽ ഓവർ ഇ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ ഇ സൈ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു മെഷർ ഓഫ് EI എന്നാണ്. ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും, കാരണം AIകളെല്ലാം റിയൽ നമ്പേഴ്സും EI സബ്സെറ്റ് ഓഫ് ഇ ആയതുകൊണ്ട് ഫോർ ഈച്ച് ഐ മെഷർ ഓഫ് EI ഫൈനൈറ്റുമായിരിക്കും. ദെൻ ലെമ്മ 1 ലെറ്റ് കളക്ഷൻ EI I ഈക്വൽ ടു 1/n be a finite disjoint collection of measurable subsets of a set of finite measure for 1 less than or equal to I less than or equal to n. Let AI be a real number if phi equal to summation over I equal to 1/n AI into chi of EI. Then integral over E phi equal to summation over I equal to 1/n AI into measure of EI. ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റിൻ്റെ ഡിസ്ജോയിൻറ്റ് സബ്സെറ്റുകളുടെ ഒരു കളക്ഷനാണ് കളക്ഷൻ EI I ഈക്വൽ ടു 1/n. ഫോർ ഈച്ച് I ഈക്വൽ ടു 1, 2, 3 എക്സെട്ര n AI ബി എ റിയൽ നമ്പർ. AIകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ദെൻ ഒരു ഫംഗ്ഷൻ ഫൈ സെറ്റ് ഇയിൽ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ഫൈ ഈക്വൽ ടു സമേഷൻ ഓവർ I ഈക്വൽ ടു 1/n AI ഇൻറ്റു കൈ ഓഫ് EI. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഫൈ മെഷറബിൾ ആയിരിക്കും. അതുപോലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ ഫൈ അറ്റൈൻ ചെയ്യുകയുള്ളൂ. സോ ഫൈ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു മെഷർ ഓഫ് EI ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ AIകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ട് കളക്ഷൻ EI ഡിസ്ജോയിൻ്റ് ആണെങ്കിലും സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു കൈ ഓഫ് EI എന്നുള്ളത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ്റെ കാനോനിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ല. AIകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യുവാനില്ല. ഈ കേസിൽ സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു കൈ ഓഫ് EI ഒരു സിമ്പിൾ ഫംഗ്ഷൻ്റെ കാനോനിക്കൽ ഫോം ആയിരിക്കും. ദെൻ ബൈ ദി ഡെഫിനേഷൻ ഓഫ് ലെബക് ഇൻ്റഗ്രൽ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ഈക്വൽ ടു സമേഷൻ ഓവർ ഐ ഈക്വൽ ടു 1/n AI ഇൻറ്റു മെഷർ ഓഫ് EI. സോ AIകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ല എന്ന് വിചാരിക്കുന്നു. ചിലതെങ്കിലും സെയിം ആയിരിക്കും. A1, A2 എക്സെട്ര AN ഇവയിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ കളക്ഷനാണ് സെറ്റ് ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ m എന്ന് വിചാരിക്കുന്നു. ഇവിടെ m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ദെൻ സെറ്റ് ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ m ഫംഗ്ഷൻ ഫൈ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിൻ്റെ കളക്ഷനാണ്. ഫോർ ഈച്ച് j ഈക്വൽ ടു 1, 2, 3 എക്സെട്ര m AJ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ j ഇതുപോലെ ചൂസ് ചെയ്താൽ സമേഷൻ ഓവർ j ഈക്വൽ ടു 1/m ലാംഡ j ഇൻറ്റു കൈ ഓഫ് AJ ഫൈയുടെ കാനോനിക്കൽ ഫോം ആയിരിക്കും. ദെൻ ബൈ ദി ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ഈക്വൽ ടു സമേഷൻ ഓവർ j ഈക്വൽ ടു 1/m ലാംഡ j ഇൻറ്റു മെഷർ ഓഫ് AJ. നൗ ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു j ലെസ് ദാൻ ഓർ ഈക്വൽ ടു m 1 മുതൽ n വരെയുള്ള ഇൻഡിസസുകളിൽ AI ഈക്വൽ ടു ലാംഡ j എന്ന് വരുന്ന വിധത്തിലുള്ള ഇൻഡിസസുകളുടെ കളക്ഷനാണ് IJ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 6 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. A1, A2, A3, A4, A5, A6 ഇവയിൽ A1ഉം A3ഉം A4ഉം ഈക്വൽ ആണെന്നും അതുപോലെ A2 ഈക്വൽ ടു A6 ആണെന്നും അസ്യൂം ചെയ്യുക. സോ ഇവിടെ ആകെ 3 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. സോ m ഈക്വൽ ടു 3, ലാംഡ 1 ഈക്വൽ ടു A1 ഓർ A3 ഓർ A4, ലാംഡ 2 ഈക്വൽ ടു A2 or A6
ആൻഡ് ലാംഡ 3 ഈക്വൽ ടു A5. ദെൻ സെറ്റ് I1 എന്നുള്ളത് 1 മുതൽ 6 വരെയുള്ള ഇൻഡിസസിൽ AI ഈക്വൽ ടു ലാംഡ 1 എന്ന് വരുന്ന ഇൻഡിസസുകളുടെ കളക്ഷൻ. സോ I1 ഈക്വൽ ടു സെറ്റ് 1 3 4. I2 എന്നുള്ളത് AI ഈക്വൽ ടു ലാംഡ 2 എന്ന് വരുന്ന ഇൻഡിസസുകളുടെ കളക്ഷൻ. സോ I2 ഈക്വൽ ടു സെറ്റ് 2 6. ഇതുപോലെ I3 ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 5. ഇങ്ങനെയാണ് IJ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, I1 യൂണിയൻ I2 യൂണിയൻ I3 എന്നുള്ളത് സെറ്റ് 1 2 3 4 5 6 ആണെന്ന്. സോ ജനറൽ കേസിൽ യൂണിയൻ ഓവർ J ഈക്വൽ ടു 1TM IJ ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര N. അതുപോലെ ഈച്ച് IJ ഡിസ്ജോയിൻറ്റുമാണ്. സോ AJ ഈക്വൽ ടു യൂണിയൻ ഓവർ I ബിലോങ്സ് ടു IJ EI ആയിരിക്കും. ഇതിൽ ഈച്ച് EI ഡിസ്ജോയിൻ്റ് ആണ്. സോ മെഷറിൻ്റെ ഫൈനൈറ്റ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഫോർ ഈച്ച് J മെഷർ ഓഫ് AJ ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ബിലോങ്സ് ടു IJ മെഷർ ഓഫ് EI എന്ന് കിട്ടും. Now summation over I equal to 1TN AI into measure of EI equal to summation over J equal to 1TM summation over I belongs to IJ AI into measure of EI, which is equal to summation over J equal to 1TM lambda J into summation over I belongs to IJ measure of EJ. കാരണം IJയിലെ ഏത് I ചൂസ് ചെയ്താലും AI equal to lambda J ആയിരിക്കും. Now summation over I belongs to IJ measure of EI equal to measure of AJ ആയതുകൊണ്ട് which is equal to summation over J equal to 1TM lambda J into measure of AJ. Then equation 1 ൽ നിന്നും summation over J equal to 1TM lambda J into measure of AJ equal to integral over E phi ആയതുകൊണ്ട് which is equal to integral over E phi. So summation over I equal to 1TN AI into measure of EI equal to integral over E phi. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലെബക് ഇൻ്റഗ്രേഷൻ്റെ ലീനിയാരിറ്റിയും മൊണോട്ടോണിസിറ്റിയും പ്രൂവ് ചെയ്യാം. പ്രൊപ്പോസിഷൻ ടു ലീനിയാരിറ്റി ആൻഡ് മൊണോട്ടോണിസിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ ഓഫ് സിമ്പിൾ ഫങ്ഷൻസ്. ലെറ്റ് phi and psi be simple functions defined on a set of finite measure E. Then for any alpha and beta, integral over E alpha into phi plus beta into psi equal to alpha into integral over E phi plus beta into integral over E psi. Moreover, if phi less than or equal to psi on E, then integral over E phi less than or equal to integral over E psi. ഫൈയും സൈയും സിമ്പിൾ ഫങ്ഷൻസ് ആയതുകൊണ്ട് അവയുടെ റേഞ്ച് സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. സോ നമുക്ക് സെറ്റ് ഇയുടെ ഡിസ്ജോയിൻ്റ് മെഷറബിൾ സബ്സെറ്റുകളുടെ ഒരു ഫൈനൈറ്റ് കളക്ഷൻ EI I equal to 1 to N കണ്ടുപിടിക്കുവാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻസ് അവയുടെ യൂണിയൻ E ആയിരിക്കും. അതുപോലെ ഫൈയും സൈയും ഈച്ച് സെറ്റ് EIയിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ളൊരു കളക്ഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൈ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ M ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഫോർ ഈച്ച് J ഈക്വൽ ടു 1 2 3 എക്സെട്ര M AJ ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ലാംഡ J. ദെൻ AJs ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അതുപോലെ യൂണിയൻ ഓവർ J ഈക്വൽ ടു 1TM AJ ഇയുമായിരിക്കും. സിമ്പിൾ ഫങ്ഷൻസ് ആയി അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ P ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ഫോർ ഈച്ച് K ഈക്വൽ ടു 1 2 3 എക്സെട്ര P BK ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ K. ദെൻ BKs ഡിസ്ജോയിൻറ്റും യൂണിയൻ ഓവർ K ഈക്വൽ ടു 1 to P BK ഇയുമായിരിക്കും. നൗ ഫോർ എ ഫിക്സഡ് J സെറ്റ് AJയുമായുള്ള BKസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. ദെൻ യൂണിയൻ ഓവർ J ഈക്വൽ ടു 1 to M യൂണിയൻ ഓവർ K ഈക്വൽ ടു 1 to P AJ ഇൻ്റർസെക്ഷൻ BK സെറ്റ് E ആയിരിക്കും. ദെൻ ആ കളക്ഷനിലെ നോൺ എംപ്റ്റി സെറ്റുകളെ E1 E2 എക്സെട്ര EN എന്ന് ലേബൽ ചെയ്യുക. എമ്മും പിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആയിരിക്കും. AJസും BKസും മെഷറബിൾ ആയതുകൊണ്ട് ഈച്ച് EI മെഷറബിൾ ആയിരിക്കും. സോ കളക്ഷൻ EI I ഈക്വൽ ടു 1 to N ഇയുടെ മെഷറബിൾ സബ്സെറ്റുകളുടെ ഒരു ഡിസ്ജോയിൻ്റ് കളക്ഷൻ ആയിരിക്കും. ഫോർ ഈച്ച് I സെറ്റ് EIയിൽ സിമ്പിൾ ഫങ്ഷൻസ് ഫൈയും സൈയും കോൺസ്റ്റൻറ്റും ആയിരിക്കും. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കാം. സിമ്പിൾ ഫംഗ്ഷൻ ഫൈ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ലാംഡ 1 ലാംഡ 2 ആൻഡ് ലാംഡ 3 ആണെന്ന് അസ്യൂം ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈയുടെ 3 ഡിസ്ജോയിൻ്റ് സബ്സെറ്റുകൾ A1 A2 ആൻഡ് A3 കിട്ടും. സച്ച് ദാറ്റ് AJ ഈക്വൽ ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ലാംഡ J ഫോർ J ഈക്വൽ ടു 1 2 3 ആൻഡ് A1 യൂണിയൻ A2 യൂണിയൻ A3 ഈക്വൽ ടു E. ഇവിടെ M ഈക്വൽ ടു 3 ആണ്. സിമ്പിൾ ഫങ്ഷൻസ് ആയി അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആൽഫ 1 ആൻഡ് ആൽഫ 2 ആണെന്നും
ബി കെ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ആൽഫ കെ ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1 and 2. ദെൻ B1 യൂണിയൻ B2 E ആയിരിക്കും. അതുപോലെ അവ ഡിസ്ജോയിൻറ്റുമാണ്. ഇവിടെ P ഈക്വൽ ടു 2 ആണ്. നൗ കൺസിഡർ ദി സെറ്റ്സ് A1 ഇൻ്റർസെക്ഷൻ B1, A1 ഇൻ്റർസെക്ഷൻ B2, A2 ഇൻ്റർസെക്ഷൻ B1, A2 ഇൻ്റർസെക്ഷൻ B2, A3 ഇൻ്റർസെക്ഷൻ B1 ആൻഡ് A3 ഇൻ്റർസെക്ഷൻ B2. ഇവ മ്യൂച്വലി ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അതുപോലെ അവയുടെ യൂണിയൻ സെറ്റ് E ആയിരിക്കും. ഇവയിൽ ചിലത് എം ടി സെറ്റ് ആവാൻ പോസിബിലിറ്റീസ് ഉണ്ട്. A2 ഇൻ്റർസെക്ഷൻ B1 എം ടി സെറ്റ് ആണെന്നും ബാക്കി 5 സെറ്റുകളും നോൺ എം ടി ആണെന്നും അസ്യൂം ചെയ്യുന്നു. ദെൻ E1 ഈക്വൽ ടു A1 ഇൻ്റർസെക്ഷൻ B1, E2 ഈക്വൽ ടു A1 ഇൻ്റർസെക്ഷൻ B2, E3 ഈക്വൽ ടു A2 ഇൻ്റർസെക്ഷൻ B2, E4 ഈക്വൽ ടു A3 ഇൻ്റർസെക്ഷൻ B1 ആൻഡ് E5 ഈക്വൽ ടു A3 ഇൻ്റർസെക്ഷൻ B2. ഇതുപോലെ ചൂസ് ചെയ്യുക. ദെൻ ഈച്ച് EI ഇയുടെ മെഷറബിൾ സബ്സെറ്റ് ആയിരിക്കും. കളക്ഷൻ EI I ഈക്വൽ ടു 1 to 5 ഡിസ്ജോയിൻറ്റും അവയുടെ യൂണിയൻ ഇയുമായിരിക്കും. ദെൻ ഈച്ച് EIകളിൽ സിമ്പിൾ ഫങ്ഷൻസ് ഫൈയും സൈയും കോൺസ്റ്റൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കൺസിഡർ E2 ഈക്വൽ ടു A1 ഇൻ്റർസെക്ഷൻ B2 ആണ്. സെറ്റ് A1ൽ ഫൈയുടെ വാല്യൂ λ1ഉം സെറ്റ് B2വിൽ സൈയുടെ വാല്യൂ α2മാണ്. E2 ഈസ് എ സബ്സെറ്റ് ഓഫ് A1 ആൻഡ് E2 ഈസ് എ സബ്സെറ്റ് ഓഫ് B2. സോ E2വിൽ ഫൈയുടെ വാല്യൂ λ1ഉം സൈയുടെ വാല്യൂ α2മാണ്. ഇതുപോലെ ഈച്ച് EIകളിൽ ഫൈയും സൈയും കോൺസ്റ്റൻസ് ആയിരിക്കും. സെറ്റ് EIയിലെ ഫൈയുടെ വാല്യൂ AI എന്നും സൈയുടെ വാല്യൂ BI എന്നും ചൂസ് ചെയ്യുക. ഈ കേസിൽ A1 ഈക്വൽ ടു λ1, B1 ഈക്വൽ ടു α1, A2 ഈക്വൽ ടു λ1, B2 ഈക്വൽ ടു α2, A3 ഈക്വൽ ടു λ2, B3 ഈക്വൽ ടു α2, A4 ഈക്വൽ ടു λ3, B4 ഈക്വൽ ടു α1, A5 ഈക്വൽ ടു λ3 ആൻഡ് B5 ഈക്വൽ ടു α2. സോ AIസും BIസും ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെയാണ് ഫൈനൈറ്റ് കളക്ഷൻ EI I ഈക്വൽ ടു 1 to n ജനറൽ കേസിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഫോർ ഈച്ച് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെറ്റ് AI ആൻഡ് BI റെസ്പെക്റ്റീവ്ലി ബി ദി വാല്യൂസ് ടേക്കൻ ബൈ ഫൈ ആൻഡ് സൈ ഓൺ EI. ഇവ ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബട്ട് EIകളെല്ലാം ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് പ്രീവിയസ് ലെമ്മ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു മെഷർ ഓഫ് EI എന്നും ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n BI ഇൻറ്റു മെഷർ ഓഫ് EI എന്നും കിട്ടും. ദെൻ ഫോർ എനി ആൽഫ ആൻഡ് ബീറ്റ, ആൽഫ ഇൻറ്റു ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു സൈയും ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം രണ്ട് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ മെഷറബിൾ ആയിരിക്കും. അതുപോലെ ഈ ഫംഗ്ഷൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ അറ്റൈൻ ചെയ്യുകയുള്ളൂ. ഫോർ ഈച്ച് I സെറ്റ് EIയിൽ ഈ സിമ്പിൾ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഫോർ എനി xi ബിലോങ്സ് ടു EI, ആൽഫ ഇൻറ്റു ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു സൈ ഓഫ് xi ഈക്വൽ ടു ആൽഫ ഇൻറ്റു AI പ്ലസ് ബീറ്റ ഇൻറ്റു BI ആയിരിക്കും. ദെൻ വീണ്ടും പ്രീവിയസ് ലെമ്മ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ ഇൻറ്റു ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു സൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n ആൽഫ ഇൻറ്റു AI പ്ലസ് ബീറ്റ ഇൻറ്റു BI ഇൻറ്റു മെഷർ ഓഫ് EI എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു മെഷർ ഓഫ് EI പ്ലസ് ബീറ്റ ഇൻറ്റു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n BI ഇൻറ്റു മെഷർ ഓഫ് EI. സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു മെഷർ ഓഫ് EI ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈയും സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n BI ഇൻറ്റു മെഷർ ഓഫ് EI ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈയും ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ. സോ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ ഇൻറ്റു ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു സൈ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് മൊണോട്ടോണിസിറ്റി പ്രൂവ് ചെയ്യാം. സപ്പോസ് ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഓൺ ഇ, ഡിഫൈൻ ഈറ്റ ഈക്വൽ ടു സൈ മൈനസ് ഫൈ. ദെൻ ഈറ്റ സെറ്റിയിൽ ഡിഫൈൻഡ് ആയ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ ഈറ്റ നോൺ നെഗറ്റീവുമാണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ ഈറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നൗ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്താൽ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ മൈനസ് ഫൈ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഈറ്റ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ. ഇതാണ് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.
ദെൻ നമുക്കറിയാം ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ അറ്റൈൻ ചെയ്യുന്നുള്ളൂ. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ സൈ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ ആ ഇൻ്റർവെല്ലിൻ്റെ ഒരു പാർട്ടീഷൻ പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x0 x1 എക്സെട്ര xnഉം റിയൽ നമ്പേഴ്സ് c1 c2 എക്സെട്ര cnഉം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ psi of x ഈക്വൽ ടു ci if xi minus 1 ലെസ് ദാൻ x ലെസ് ദാൻ xi. ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും എൻഡ് പോയിൻറ്റ്സിൽ സൈക്ക് വേറെ വാല്യൂസ് ആവാനും ചാൻസ് ഉണ്ട്. ബട്ട് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിവിഷണൽ പോയിൻറ്റ്സ് മാത്രമേ പാർട്ടീഷൻ പിയിലുള്ളൂ എന്നുള്ളതുകൊണ്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. ദെൻ ഏത് റിയൽ നമ്പർ സി ചൂസ് ചെയ്താലും സൈ ഇൻവേഴ്സ് ഓഫ് സി ഒന്നുകിൽ ഒരു ഇൻ്റർവെല്ലാകാം, അതല്ലെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ആവാം, അതുമല്ലെങ്കിൽ നൾ സെറ്റ് ആയിരിക്കും. അവയെല്ലാം മെഷറബിൾ ആണ്. സോ എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും മെഷറബിൾ ആയിരിക്കും. ഹെൻസ് എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷൻസും സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. നൗ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് സൈ എന്ന് വിചാരിക്കുക. Then we can find a partition P of closed interval AB and real numbers C1, C2, etc. Cn such that psi of x equal to Ci if xi minus 1 less than x less than xi. ഈ സബ് ഇൻ്റർവെൽസിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ സൈക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും. എന്തായാലും സൈ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. അതുപോലെ അതിൻ്റെ ഡൊമൈനിന് ഫൈനൈറ്റ് മെഷറുമാണ്. ദെൻ സൈ അറ്റൈൻ ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് λ1, λ2 എക്സെട്ര λm ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതിലെ ചില വാല്യൂസ് സിംഗിൾ പോയിൻറ്റ്സിൽ അതല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ മാത്രമായിരിക്കും അറ്റൈൻ ചെയ്യുന്നത്. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ഈ വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന സെറ്റ്സ് e1, e2 എക്സെട്ര em റെസ്പെക്റ്റീവ്ലി ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ലെബക് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ j ഈക്വൽ ടു 1 to m λj ഇൻറ്റു മെഷർ ഓഫ് ഇ ജെ. ദെൻ ഇതിൽ സിംഗിൾ പോയിൻറ്റിലോ അതല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിലോ മാത്രം അറ്റൈൻ ചെയ്യുന്ന λj's ഉണ്ടായിരിക്കും. അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ ജെ ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് അവയുടെ എല്ലാം മെഷർ 0 ആയിരിക്കും. സോ അത്തരത്തിലുള്ള ടേംസുകളൊക്കെ 0 ആയിട്ട് പോകും. ബാക്കി C1, C2 എക്സെട്ര Cn ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് മാത്രമേ ഈ സമ്മിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അവ അറ്റൈൻ ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ പോയിൻറ്റ്സുകളുടെ കളക്ഷൻ പാർട്ടീഷൻ പിയിലെ സബ് ഇൻ്റർവെൽസ് ആയിരിക്കും. അവയുടെ മെഷർ അവയുടെ ലെങ്ത് തന്നെ ആയതുകൊണ്ട് ഈ സമ്മ് ഇതുപോലെ റെഡ്യൂസ് ചെയ്യും. സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n ci ഇൻറ്റു xi മൈനസ് xi മൈനസ് 1. അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ സൈയുടെ റീമാൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. സോ ക്ലോസ്ഡും ബൗണ്ടഡുമായ ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയ സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ലെബക് ഇൻ്റഗ്രലും റീമാൻ ഇൻ്റഗ്രലും സെയിം ആണ്.